2025 എന്ന വർഷം നാം അധികവും കേട്ട വാക്ക് മെയ്ഡ് ഇൻ ഇന്ത്യ. അതെ, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിക്രം 32 ബിറ്റ് ചിപ്പ്, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ജെറ്റ് എഞ്ചിൻ എന്നിവയ്ക്ക് പുറകെ ഇപ്പോഴിതാ ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായി തന്നെ നിർമ്മിക്കുന്ന അടുത്ത പദ്ധതിയുടെ വിവരങ്ങളും പുറത്തു വന്നിരിക്കുകയാണ്. സ്വന്തമായൊരു പാസഞ്ചർ വിമാനം നിർമ്മിക്കാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത്. ആഗോള വ്യോമയാനത്തിൽ ഇന്ത്യയുടെ പങ്ക് പുനർനിർമ്മിക്കാനുള്ള പദ്ധതി അത് തന്നെയാണ് ഇന്ത്യയുടെ ഈ നീക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നതും. പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് റഷ്യൻ കമ്പനിയായ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനുമായി ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. മോസ്കോയിൽ വെച്ചാണ് കരാർ ഒപ്പിട്ടത്. സുഖോയ് സൂപ്പർജെറ്റ് 100 അഥവാ SJ-100 എന്ന മോഡൽ യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കാനാണ് ഇരു കമ്പനികളും തമ്മിൽ ധാരണയിലെത്തിയിരിക്കുന്നത്. മോദി സർക്കാരിന്റെ ഉഡാൻ പദ്ധതി പ്രകാരം ഇരട്ട എഞ്ചിനുള്ള വളരെ നേരോ ബോഡിയുള്ള വിമാനം ഹ്രസ്വദൂര കണക്ടിവിറ്റിക്ക് വേണ്ടിയായിരിക്കും ഇന്ത്യ ഉപയോഗിക്കാൻ പോകുന്നത്. ആഗോളതലത്തിൽ 16-ലേറെ വിമാന കമ്പനികളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന UAC ഈ ശ്രേണിയിലുള്ള 200-ലധികം വിമാനങ്ങൾ നിർമ്മിച്ച് വിവിധ രാജ്യങ്ങളിലെ വിമാന കമ്പനികൾക്ക് നൽകിയിട്ടുണ്ട്. സിവിൽ ഏവിയേഷനിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പായിട്ടാണ് ഈ നീക്കത്തെ ഇന്ത്യ കാണുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് സമ്പൂർണ്ണ യാത്രാ വിമാനം നിർമ്മിക്കുന്നതെന്നും വ്യോമയാന മേഖലയിൽ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള സുപ്രധാന നീക്കമാണിതെന്നുമാണ് ഈ വാർത്തയെ സംബന്ധിച്ച് HAL പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞത്. ഇനി ഈ SJ-100 യാത്രാ വിമാനത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റഷ്യയുടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷന്റെ വെബ്സൈറ്റിലെ വിശദാംശങ്ങൾ അനുസരിച്ച് 103 യാത്രക്കാർക്ക് പറക്കാൻ കഴിയുന്ന യാത്രാ വിമാനമാണ് SJ-100. കൂടുതൽ സൗകര്യങ്ങളുള്ള ബിസിനസ് വകഭേദത്തിൽ 60 യാത്രക്കാർക്ക് വരെ സഞ്ചരിക്കാം. 3530 കിലോമീറ്റർ ദൂരത്തിൽ വരെ പറക്കാൻ ശേഷിയുണ്ട് SJ-100-ന്. മാത്രമല്ല, കുറഞ്ഞ പ്രവർത്തന ചെലവും -55 ഡിഗ്രി മുതൽ 45 ഡിഗ്രി വരെയുള്ള താപനിലയിലുള്ള എല്ലാ കാലാവസ്ഥാ മേഖലകളിലും പ്രവർത്തിക്കാനുള്ള കഴിവും SJ-100-നുണ്ട്. നിലവിൽ ലോകമെമ്പാടുമുള്ള 16-ലധികം എയർലൈനുകളാണ് ഈ വിമാനം പ്രവർത്തിപ്പിക്കുന്നത്. അതിൽ 9 റഷ്യയിൽ നിന്നുള്ളവയുമാണ്. ഇന്ത്യയുടെ അവസാനത്തെ പ്രധാന സിവിലിയൻ വിമാന പദ്ധതി HAL-ന്റെ തന്നെ എവ്രോ HS-748 എന്ന വിമാനമായിരുന്നു. 1961 മുതൽ 1988 വരെയാണ് അവയുടെ നിർമ്മാണം HAL നടത്തിയിരുന്നത്. അതിനുശേഷം ഇന്ത്യ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഏതാണ്ട് പൂർണ്ണമായും ഇറക്കുമതിയെ തന്നെ ആശ്രയിച്ചു വരികയായിരുന്നു. ബോയിങ്, എയർബസ് പോലുള്ള അമേരിക്കൻ, യൂറോപ്യൻ നിർമ്മാതാക്കൾ ദീർഘകാലമായി കുത്തകയാക്കി വെച്ചിരിക്കുന്ന വിപണിയിലേക്ക് ഒരു മത്സരത്തിനായി ഇന്ത്യ ചുവട് വെക്കുകയാണ് എന്ന് വേണം ഈ പുത്തൻ നീക്കം കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ. പതിറ്റാണ്ടുകൾക്ക് ശേഷം പൂർണ്ണ തോതിലുള്ള സിവിലിയൻ വിമാന നിർമ്മാണത്തിലേക്കുള്ള ഇന്ത്യയുടെ ആദ്യ ചുവടുവെപ്പാണിതെന്ന് നമുക്ക് പറയാം. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള അസ്വസ്ഥതകൾക്കിടയിലും ഇന്ത്യയും റഷ്യയും എല്ലാ മേഖലകളിലും ഇടപെടൽ ശക്തമാക്കുന്നതിനിടെയാണ് ഈ നീക്കം. നടപടികളും നിർമ്മാണവും എല്ലാം പൂർത്തിയാക്കി ഇന്ത്യയുടെ സ്വന്തം യാത്രാ വിമാനത്തിൽ കുതിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഓരോ ഇന്ത്യക്കാരനും.